എവ്രിവൺ, ഹൗ ആർ യു ഓൾ? അപ്പൊ നമ്മൾ ഇന്ന് ഇൻഡെഫിനിറ്റ് പ്രൊണൗണിന്റെ 4ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് സംവൺ, സംബഡി, സംവേർ, സംതിങ് ആണ് പഠിക്കാനുള്ളത് അല്ലെ. സോ നമുക്ക് ആദ്യം തന്നെ പറയാം, ഈ വേർഡ്സുകളെല്ലാം സിംഗുലർ ആണ് കേട്ടോ. ഈ വേർഡ്സുകളെല്ലാം ഒരു സെന്റൻസിൽ നമ്മൾ പറയുമ്പോഴോ എഴുതുമ്പോഴോ നിങ്ങൾ ആലോചിക്കുക, അതിലൊരു വേർബ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ സിംഗുലർ ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അത് ഓക്സിലറി വേർബ് ആണെങ്കിലും സിംഗുലർ ആയിട്ടുള്ള ഫോംസുകൾ മാത്രമേ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാവരും എപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്ക് ആണിത്. നമുക്ക് ആ വേർഡ്സ് കേൾക്കുമ്പോൾ പ്ലൂറലായി തോന്നും അല്ലെ. സംവൺ, സംബടി എന്നൊക്കെ പറയുമ്പോൾ ആരോ, സംതിങ് എന്ന് പറയുമ്പോൾ എന്തോ, പിന്നെ സംവേർ എന്ന് പറഞ്ഞാൽ എവിടെയോ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സം എന്ന് പറയുമ്പോൾ കുറച്ച് പേരെയല്ലേ പറയുന്നത്, അപ്പൊ അത് പ്ലൂറൽ അല്ലേ എന്നൊരു തോന്നലുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല, സിംഗുലർ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇത് പോസിറ്റീവ് സെന്റൻസുകളിലാണ് നമ്മളിത് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം, കുറെ എക്സാമ്പിളിലൂടെ നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് സംവൺ ഓർ സംബഡി. സംവൺ ഓർ സംബഡി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സംവണ്ണിന് പകരം നമുക്ക് സംബഡിയും യൂസ് ചെയ്യാം. രണ്ടും ഒരേ മീനിങ് ആണ്. ചെറിയ വ്യത്യാസം ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഒന്ന് ഫോർമൽ ആയിട്ടും ഒന്ന് ഇൻഫോർമൽ ആയിട്ടും യൂസ് ചെയ്യുന്നതാണ്. എന്താണ് സംവൺ എന്നുള്ളത് ഫോർമൽ ആയിട്ടും സംബഡി എന്നുള്ളത് ഇൻഫോർമൽ ആയിട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുക. റിട്ടൺ കോണ്ടെക്സ്റ്റിൽ സംവൺ എന്നും നമ്മുടെ സ്പോക്കൺ കോണ്ടെക്സ്റ്റിൽ നമ്മൾ സംബടി എന്നുമാണ് യൂസ് ചെയ്യുക എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ ഡോണ്ട് വറി, നിങ്ങൾക്ക് ഏതും എവിടെയും യൂസ് ചെയ്യാം. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സംസാരിക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മീനിങ് എന്താണ്? ആരോ എന്നുള്ള മീനിങ് ആണ് അല്ലെ. ആരോ, ആർക്കോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സംവൺ ഓർ സംബഡി യൂസ് ചെയ്യുന്നത്. സംവൺ, സംബഡി എന്ന് പറയുന്നത് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓഫേഴ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് റിക്വസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ആൻസർ യെസ് എന്നായിരിക്കും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ. ഈ സെന്റൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പൊതുവെ ഈ സെന്റൻസ് എന്താണ്, ഇപ്പൊ നമ്മൾക്ക് ഉറപ്പുണ്ട് ആരോ അവിടെ ഉണ്ട് എന്നൊക്കെ പറയില്ല നമ്മൾ, ആരോ അവിടെ ഉണ്ട്, ആരോ ആ റൂമിലുണ്ട്, അതായത് നമുക്ക് ഉറപ്പാണ് അവിടെ ആരോ ഉണ്ട് എന്നുള്ളത്. അതിനാണ് സംവൺ യൂസ് ചെയ്യുന്നത്. അതേപോലെ ആരോ ഇത് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഉറപ്പാണ്, ആരോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഉറപ്പുള്ള യെസ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് എന്നുള്ള സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ ഈ സംവൺ അല്ലെങ്കിൽ സംബഡി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഐ ആം ലുക്കിംഗ് ഫോർ സംവൺ. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഐ ആം ലുക്കിംഗ് ഫോർ സംവൺ ടു ഹെൽപ്പ് മീ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ആളെ ഞാൻ തിരയുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർ സംവൺ. അതായത് അയാൾക്ക് ഉറപ്പാണ് ആരോ ഒരാൾ അയാളെ ഹെൽപ്പ് ചെയ്യും എന്ന് അയാൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവിടെ സംവൺ യൂസ് ചെയ്തത്. ഐ ആം ലുക്കിംഗ് ഫോർ സംവൺ ടു ഹെൽപ്പ് മീ ടു മൂവ്. എന്നെ ഇവിടെ നിന്ന് ഒന്ന് മൂവ് ചെയ്യാൻ ആരെങ്കിലും സഹായിക്കും. അതാണ് ആ സംവണിന്റെ മീനിങ്. എന്താണ്? ആരെങ്കിലും എന്നുള്ള മീനിങ് ആണ് സംവൺ എന്ന് പറയുമ്പോൾ. വേറെ എക്സാമ്പിൾ നോക്കിയേ. ഇപ്പോ someone left their umbrella on the bus. Someone left their umbrella on the bus. എന്താ മീനിങ്? someone ആരോ, left ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരോ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ത്? their umbrella അവരുടെ കുട. എവിടെ? on the bus, ബസ്സിൽ. ഈ ബസ്സിൽ ആരോ അവരുടെ കുട ഉപേക്ഷിച്ചിട്ടുണ്ട്. അതായത് ചിലപ്പോൾ മറന്നു വെച്ചതാവാം. ആ മീനിങ്ങും വരുന്നുണ്ട് കേട്ടോ, മറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ അംബ്രല്ല നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പാണ് ആരോ മറന്നു വെച്ചതാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ. അതുകൊണ്ടാണ് അവിടെ സംവൺ യൂസ് ചെയ്തത്. പിന്നെ വേറെ എക്സാമ്പിൾ നോക്കാം. ഐ നീഡ് സംവൺ ടു സോൾവ് ദിസ് ഇഷ്യൂ. എനിക്ക് ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ആരെങ്കിലും വേണം. ഐ നീഡ് സംവൺ. എനിക്ക് ആരെങ്കിലും വേണം ടു സോൾവ് ദിസ് ഇഷ്യൂ. ഈ ഇഷ്യൂ സോൾവ് ചെയ്യാം. ആ പറയുന്ന ആൾക്ക് ഉറപ്പാണ് ആരെങ്കിലും ഒരാൾ അയാളെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഐ നീഡ് സംവൺ എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യണ്ടേ. ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഈ മാത്സ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ? ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ കഴിയുമോ? അതായത് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഒരാളോടാണ് ചോദിക്കുക അല്ലെ. ആളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പുള്ള ഒരാളോടാണ് ചോദിക്കുന്നത്. സഹായിക്കും എന്ന് ഉറപ്പുള്ള ഒരാളോടാണ് നമ്മൾ ചോദിക്കുന്നത്.
ആളോട് എന്നല്ല, കുറച്ച് ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ആരെങ്കിലും ഒരാൾ അതിൽ സഹായിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുക? Can someone to help me with this math problem? ആർക്കെങ്കിലും ഈ മാത്സ് പ്രോബ്ലം ചെയ്യാൻ എന്നെ സഹായിക്കാൻ കഴിയോ? Can someone help me with this math problem? ഓക്കെ ആണല്ലോ. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ നമ്മൾ പറയാണ് someone is coming to the party tonight. Someone is coming to the party tonight. അതായത് എന്താണ്, someone സിംഗുലർ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഈസി യൂസ് ചെയ്തത് കേട്ടോ. എന്താണ്, ആരെങ്കിലും ഈ പാർട്ടിയിലേക്ക്, ഇന്ന് രാത്രിയിലെ പാർട്ടിയിലേക്ക് ആരെങ്കിലും വരും. അപ്പൊ ആരെങ്കിലും വരും എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പാണ് ആരെങ്കിലും വരും എന്നുള്ളത്. ആ സെന്റൻസ് തന്നെ ആരെങ്കിലും വരുമോ എന്നാക്കാൻ നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കിയാലോ. നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? someone is coming to the party tonight എന്നാണ് പറഞ്ഞത്. നമ്മൾ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ ഇത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ ഈസിനെ ഫസ്റ്റിലോട്ട് ഇടുക, someone-നെ സെക്കൻഡിലോട്ട് ഇടുക. എങ്ങനെയാ വരിക? Is someone coming to the party tonight? ആരെങ്കിലും വരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനായി, നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സുകളായി. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അടുത്ത വേർഡിലോട്ട് പോവാം, സംതിങ്. അപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്ത സമ്മണിന്റെ സ്ഥാനത്തെല്ലാം നമുക്ക് സംബടി യൂസ് ചെയ്യാം, ഒരു തെറ്റുമില്ല കേട്ടോ. നെക്സ്റ്റ് സംതിങ്ങിലോട്ട് പോവാം. നമ്മൾ പറയാണ് ഐ വോണ്ട് സംതിങ് ടു ഈറ്റ്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം. ഐ വാണ്ട് സംതിങ് ടു ഈറ്റ്. സംതിങ് ടു ഈറ്റ്. അപ്പൊ എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അവിടെ ഉണ്ട് എന്ന് അയാൾക്ക് ഉറപ്പാണ്. അപ്പോഴാണ് ആ പറയുന്നത് ഐ വാണ്ട് സംതിങ് ടു ഈറ്റ്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കിയേ. അപ്പൊ ഐ വാണ്ട് സംതിങ് ടു ഈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡു യു വാണ്ട് സംതിങ് ടു ഈറ്റ്? നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഡു യു വാണ്ട് സംതിങ് ടു ഈറ്റ്? നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? ആ ആള് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഡു യു വാണ്ട് സംതിങ് ടു ഈറ്റ്? നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? യെസ്, മനസ്സിലാവുന്നുണ്ടല്ലോ. സമ്മണ്ണും സംതിങ്ങും കൂടെ വരുന്നൊരു എക്സാമ്പിൾ ഞാൻ പറയാട്ടാ. സമ്മൺ സെഡ് സംതിങ്. എന്താ, ആരോ എന്തോ പറഞ്ഞു. നമ്മൾ ആരോ എന്തരോ പറഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ someone said something. ആരോ എന്തോ പറഞ്ഞു. that made me laugh. അതെന്നെ ചിരിപ്പിച്ചു. ആരോ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു എന്നാണ് അതിന്റെ മീനിങ്. ആരോ എന്തോ പറഞ്ഞു, അപ്പൊ ഞാൻ ചിരിച്ചു എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. എന്താ പറഞ്ഞത്? someone said something that made me laugh. അത് എന്നെ ചിരിപ്പിച്ചു. someone said something that made me laugh. നല്ലൊരു സെന്റൻസ് ആണ് അല്ലെ. പിന്നെ നമുക്കൊരു സെന്റൻസ് നോക്കാം. ഞാൻ ആലോചിക്കുകയാണ്, ഞാനിങ്ങനെ ട്രൈ ചെയ്യാണ്, എൻ്റെ സിസ്റ്ററുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പറയാ? ഐ ആം ട്രൈങ് ടു തിങ്ക് ഓഫ് സംതിങ് ടു ഗിവ് മൈ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ. എൻ്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഐ ആം ട്രൈങ് ടു തിങ്ക് ഓഫ് സംതിങ്. എന്തിനോ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു തിങ്ക് ഓഫ് സംതിങ് ടു ഗിവ് മൈ സിസ്റ്റേഴ്സ് ബർത്ത്ഡേ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന് ക്വസ്റ്റ്യൻസ് നമുക്ക് മേക്ക് ചെയ്യണ്ടേ. അപ്പൊ ചോദിക്കുകയാണ്, ക്യാൻ യു പാസ് മീ സംതിങ് ടു ഡ്രിങ്ക്? നിനക്ക് എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ തരാൻ കഴിയോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ യു പാസ് മീ സംതിങ് ടു ഡ്രിങ്ക്? എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും നിനക്ക് പാസ് ചെയ്യാൻ കഴിയോ? ക്യാൻ യു പാസ് മീ സംതിങ് ടു ഡ്രിങ്ക്? എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും പാസ് ചെയ്യാൻ കഴിയോ? അപ്പൊ അവിടെ ഉറപ്പുണ്ട് അവർ പാസ് ചെയ്യും എന്നുള്ളത്. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ചോദിക്കാം, ക്യാൻ യു ഗിവ് മീ സംതിങ് ടു ഈറ്റ്? നിനക്ക് എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ തരാൻ കഴിയോ? ക്യാൻ യു ഗിവ് മീ സംതിങ് ടു ഈറ്റ്? എന്തെങ്കിലും കഴിക്കാൻ കഴിയോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് അവിടെ എന്തോ കണ്ടിട്ടാണ് നമ്മൾ ആ ചോദിക്കുന്നത്. സോ നമുക്ക് ഉറപ്പാണ് അത് കിട്ടും എന്നുള്ളത്. സോ നമുക്ക് അടുത്ത വേർഡിലോട്ട് പോവാം. സംവേർ എന്നുള്ള വേർഡ് കേട്ടോ. എവിടെയോ. സംവേർ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയോ. ഒരു സെന്റൻസ് പറയാം. I am going to somewhere on my vacation. I am going to somewhere my vacation. എൻ്റെ വെക്കേഷനിൽ ഞാൻ എവിടെയെങ്കിലും പോകും. I am going to somewhere. I am going to somewhere on my vacation. എൻ്റെ വെക്കേഷനിൽ ഞാൻ എവിടേക്കെങ്കിലും പോകും. I am going to എന്നുള്ള വേർഡിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ആം ഗോയിങ് ടു എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കാൻ? ആ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോയിങ് ടു എന്നുള്ള വേർഡ് യൂസ് ചെയ്യും കേട്ടോ.
I am going to somewhere on my vacation. എൻ്റെ വെക്കേഷനിൽ ഞാൻ എവിടേക്കെങ്കിലും പോകും. പിന്നെന്താണ്, അപ്പൊ നമുക്ക് ചോദിക്കാം ഐ ആം ഗോയിങ് ടു എന്ന് വന്നാൽ ആർ യു ഗോയിങ് ടു എന്ന് ചോദിച്ചൂടെ? ആർ യു ഗോയിങ് ടു സംവെയർ ഓൺ യുവർ വെക്കേഷൻ? നീ എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ടു സംവെയർ ഓൺ യുവർ വെക്കേഷൻ? യെസ്, ഐ എം ഗോയിങ് ടു സംവെയർ ഓൺ മൈ വെക്കേഷൻ. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ഐ തിങ്ക് I left my keys somewhere in the house. എന്താ മീനിങ് വരുന്നത്? I think I left my keys. ഞാൻ വിചാരിക്കുന്നു എൻ്റെ കീസ് ഞാനിവിടെ എവിടെയോ, ഈ വീട്ടിൽ എവിടെയോ ഞാൻ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നല്ല മീനിങ്. ഇവിടെ എവിടെയോ ഞാൻ മറന്നു വെച്ചിട്ടുണ്ട്, ഇവിടെ എവിടെയോ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ. ഞാൻ കരുതുന്നു ഇവിടെ എവിടെയോ, ഈ വീട്ടിൽ എവിടെയോ ഞാൻ എൻ്റെ കീസ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? I think I left my keys somewhere in this house. ഈ ഹൗസിൽ എവിടെയോ ഞാൻ എൻ്റെ കീസ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എക്സാമ്പിൾ നോക്കിയേ. എൻ്റെ ഈ ഫോണ് ചാർജ് ചെയ്യാൻ ഇവിടെ എവിടെയെങ്കിലും പറ്റുമോ ചോദിക്കുകയാണ്. ഈ ഫോണ് ചാർജ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എവിടെയെങ്കിലും, somewhere. Is there somewhere I can charge my phone? Is there somewhere എങ്ങനെയാ ചോദിക്കുക? Is there, there is എന്നുള്ളതിനെ തിരിച്ചിട്ടതാണ് is there, ഉണ്ടോ. Is there somewhere to charge my phone? എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ ഇവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സംവെയർ, സംബഡി, സംതിങ്, സമ്മൺ എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ എടുത്തുകൊണ്ട് പോയത്. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ 3 പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ ഒരു 2 വേർഡ്സ് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ പഠിക്കണം എന്നുള്ളത്. ഇന്നലെ നമ്മൾ പഠിച്ച വേർഡ് യൂസ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോയിൽ കമന്റ് ചെയ്യണം, ഒരു സെന്റൻസ് ഉണ്ടാക്കിയിട്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും വേണം, വെറുതെ ഇത് കേട്ടോണ്ട് പോവല്ലേ പ്ലീസ്. എൻ്റെ ഓഡിയൻസിന് നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നോടൊപ്പം നിന്നാൽ ഐ ആം ഷുവർ നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഇന്നത്തെ വേർഡ്സ് ആണ് ബെയർ എന്നുള്ള വേർഡാണ് കേട്ടോ. ബെയർ, BEAR, ബെയർ. നിങ്ങൾ ചില ആളുകൾ ഇത് ബിയർ എന്നായിരിക്കും വായിക്കുക അല്ലെ. ഇതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ബെയർ എന്നാണ് കേട്ടോ. എന്താണ് മീനിങ്? കരടി എന്നാണ് കേട്ടോ. ഒരു ആനിമൽ ആണ്, കരടി എന്നാണ് ഇതിന്റെ മീനിങ്. ഒരു എക്സാമ്പിൾ നോക്കാം. I saw a bear in the forest. ഞാൻ ഫോറസ്റ്റിൽ ഒരു ബെയറിനെ കണ്ടു. ഇതേ പ്രൊനൗൺസിയേഷൻ വരുന്ന വേറൊരു വേർഡാണ് ബെയർ, BARE, ബെയർ എന്നാണ്. BARE, ബെയർ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്താണ്? ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. The tree was bare of leaves after winter. എന്താണ് എക്സാമ്പിൾ പറഞ്ഞത്? The tree was bare of leaves after winter. വിന്ററിന് ശേഷം ട്രീയില് എന്തില്ല? ലീവ്സ് ഒന്നുമില്ല എന്ന് പറയാനാണ് bare യൂസ് ചെയ്യാട്ട. The tree was bare of leaves after winter. വിന്ററിന് ശേഷം എന്താണ്? ലീവ്സ് ഒന്നും മരത്തിൽ ഇല്ല എന്ന് പറയാനാണ് bare of leaves എന്ന് പറഞ്ഞത്. വേറെ എക്സാമ്പിൾ നോക്കിയേ. ഷീ വാക്ക്ഡ് barefoot on the beach. എങ്ങനെയാ പറഞ്ഞത്? ഷീ വാക്ക്ഡ് barefoot on the beach. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എന്താണ് ഷീ വാക്ക്ഡ്? അവള് നടന്നു. എങ്ങനെ? barefoot എന്ന് പറഞ്ഞാൽ എന്താ? കാലില്ലാതെ എന്നാണോ അർത്ഥം? അല്ല, ചെരുപ്പില്ലാതെ എന്ന് പറയില്ലേ നമ്മള്. ചെരുപ്പില്ലാതെ അവള് ബീച്ചിൽ നടന്നു എന്നാണ്. അപ്പൊ ബെയർ എന്നുള്ള വേർഡ് ഫൂട്ടിന്റെ കൂടെ കൂടിയപ്പോ ഇല്ലാതെ എന്നർത്ഥം വന്നു. ബെയർ ലീവ്സ് എന്ന് പറഞ്ഞാല് ഇലകൾ ഇല്ലാതെ എന്നാണ് അർത്ഥം കേട്ടാ. സോ ഷീ വാക്ക്ഡ് barefoot on the beach. അപ്പോൾ ഈ 2 വേർഡ്സും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സെന്റൻസുകൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട സെന്റൻസുകൾ ആക്കാൻ നോക്കുക. എന്നാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓർത്ത് വെക്കാൻ കഴിയും. അപ്പോ നമ്മളുടെ ഈ ഒരു ഇൻഡെഫിനിറ്റ് പ്രോണൗണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നാളെ മുതൽ നമ്മൾ നിർത്തിവെച്ചൊരു ഭാഗത്ത് നിന്ന് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളുടെ വേർഡ്സുകള്, വേർബുകള് ഓരോ ദിവസവും 10 വേർബ്സുകൾ വീതം നമ്മൾ പഠിക്കാൻ പോവാണ്. അത് V1, V2, V3 പഠിക്കുന്നു. അതുകൊണ്ട് സെന്റൻസ് ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളൊരു സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതെല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു എന്നുള്ള കമന്റ്സ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ചില ആളുകൾ ഈ സംവണ്ണിനെ കുറിച്ചിട്ടൊക്കെ ഡൗട്ട്, അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനിടയിൽ
ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മളുടെ വേർബ് പഠിക്കുന്നത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. എല്ലാവരും എന്നോടൊപ്പം തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എനർജി. സോ എല്ലാ ടൈമും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യല്ലോ, ഷെയർ ചെയ്യല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.